നമസ്കാരം. ട്രംപിന്റെ ഭീഷണികളെ വകവയ്ക്കാതെ ഇന്ത്യയിലേക്ക് വീണ്ടും റഷ്യ എണ്ണ ഒഴുകാൻ പോകുന്നു. ലോകത്തെ ഏറ്റവും വലിയ സ്വകാര്യ എണ്ണ ശുദ്ധീകരണ കമ്പനികളിൽ ഒന്നായ മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രി തന്നെയാണ് വാർത്തകളിൽ നിറയുന്നത്. US സമ്മർദ്ദങ്ങളെ തുടർന്ന് കഴിഞ്ഞ വർഷം അവസാനം റഷ്യൻ എണ്ണയോട് വിട പറഞ്ഞ റിലയൻസ് 2026 ഫെബ്രുവരി മുതൽ വീണ്ടും ഇറക്കുമതി പുനരാരംഭിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കമ്പനി ഇതു സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ലെങ്കിലും കമ്പനി വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രമുഖ മാധ്യമങ്ങൾ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2026 ജനുവരി 26 ഗോവയിൽ നടന്ന ഇന്ത്യ എനർജി വീക്കിനോട് അനുബന്ധിച്ചാണ് റിലയൻസ് വൃത്തങ്ങൾ ഏഷ്യൻ എണ്ണയിലേക്കുള്ള മടക്കം സ്ഥിരീകരിച്ചിരിക്കുന്നത്. പ്രതിദിനം 1,50,000 ബാരൽ റഷ്യൻ എണ്ണയാകും റിലയൻസ് വാങ്ങുകയെന്നാണ് റിപ്പോർട്ട്. ഉപരോധങ്ങൾ നേരിടാത്ത വിൽപ്പനക്കാരിൽ നിന്നും ഇടനിലക്കാരിൽ നിന്നുമാകും ഈ എണ്ണകൾ വാങ്ങുക എന്നതാണ് വിവരം. അതേസമയം US UK ഉപരോധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ റഷ്യൻ എണ്ണ പ്രാദേശിക വിപണികളിലേക്ക് മാത്രമായി പരിണമിക്കുക എന്നതാണ് വിവരം. അതേസമയം റിലയൻസിലേക്കുള്ള ഈ റഷ്യൻ എണ്ണയുടെ ഒഴുക്ക് US-ന്റെ മൗന സമ്മതം ഉണ്ടെന്നാണ് വിലയിരുത്തൽ. ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ റിലയൻസിലേക്ക് റഷ്യൻ എണ്ണ എത്തുമെന്ന് നേരത്തെ ആഗോള വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അമേരിക്ക അനുവദിച്ച താൽക്കാലിക ഇളവാണ് ഇതിനു കാരണം എന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ റഷ്യൻ എണ്ണ ഭീമന്മാരായ റോയിട്ടേഴ്സ്, ലോക്കോയിൻ എന്നിവരെ US നടപടി കടുപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഉപരോധങ്ങൾക്ക് വിധേയമല്ലാത്ത കമ്പനികളിലൂടെ ലക്ഷ്യം നിറവേറ്റാനാണ് റിലയൻസ് ശ്രമിക്കുന്നത്. 1.4 മില്യൺ ബാരലിന്റെ പ്രതിദിന എണ്ണ ശുദ്ധീകരണ ശേഷിയാണ് റിലയൻസിന്റെ ജാംനഗർ റിഫൈനറിക്കുള്ളത്. ഇവിടെ റഷ്യൻ എണ്ണയ്ക്ക് പുറമെ സൗദി, ഇറാഖ്, കാനഡ എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും ക്രൂഡ് എത്തുന്നത്. എന്തുകൊണ്ടാണ് റഷ്യ എണ്ണ? ഇന്ത്യക്ക് റഷ്യ വാഗ്ദാനം ചെയ്യുന്ന ഇളവുകൾ തന്നെയാണ് കാരണം. ആഗോള എണ്ണവിലയേക്കാൾ ബാരലിന് $7 വരെ കുറവ് പുടിൻ നൽകുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇത് റിലയൻസ് പോലെ ബൾക്ക് ക്രൂഡ് ഇടപാട് നടത്തുന്ന ഒരു കമ്പനിക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. ഇന്ത്യയും റഷ്യയും എണ്ണയ്ക്ക് അനുകൂലമാണ്. നിലവിൽ രാജ്യം യൂറോപ്യൻ യൂണിയനുമായി വമ്പൻ വ്യാപാര കരാറുകൾ സാധ്യമാക്കി. ഈ സാഹചര്യത്തിലാണ് റിലയൻസിന്റെ പുതിയ നീക്കം. റഷ്യൻ എണ്ണയ്ക്ക് പകരം വെനസ്വേലയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങണമെന്ന് ഇന്ത്യയോട് അമേരിക്ക പറഞ്ഞിരുന്നു. യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ നിർത്തണമെന്ന് നിരന്തരം അമേരിക്കയും ട്രംപും ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് മുഖവിലയ്ക്ക് എടുക്കാത്തതിന്റെ പ്രതിഷേധമായി വൻതുക നികുതിയും ചുമത്തിയിരുന്നു. നിലവിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കണമെന്നും ആവശ്യത്തിനുള്ള എണ്ണ വെനസ്വേലയിൽ നിന്ന് വാങ്ങാമെന്നും ട്രംപ് പറയുന്നത്. രാജ്യാന്തര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഇന്ത്യക്ക് മേൽ ചുമത്തിയ 50% തീരുവകളിൽ പകുതിയും പിൻവലിക്കുന്നതിനെ കുറിച്ച് പരിഗണിക്കുകയാണെന്നും ചിന്തിക്കുകയാണെന്നും സൂചനകളുണ്ട്. 2 ഘട്ടങ്ങളിലായാണ് ഇന്ത്യക്ക് മേൽ അമേരിക്ക ഈ ഭീമമായ തീരുവകൾ ചുമത്തിയത്. വ്യാപാര അസമത്വം ചൂണ്ടിക്കാട്ടി ആദ്യത്തെ 25% തീരുവ ഏർപ്പെടുത്തിയപ്പോൾ യുക്രൈൻ യുദ്ധത്തിനിടയിലും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നതിനുള്ള ശിക്ഷാ നടപടിയായിട്ടാണ് ബാക്കി 25% തീരുവ ചുമത്തിയത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Brought to you by Kerala AIDS Control Society. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.